ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇത്. നമുക്കിന്ന് ധ്യാനിക്കാനായിട്ട് കിട്ടിയിരിക്കുന്ന സുവിശേഷം വളരെ ടച്ചിങ് ആയിട്ടുള്ള സുവിശേഷമാണ്. സക്കേയൂസിൻ്റെ സുവിശേഷം, അല്ലെങ്കിൽ സക്കേയൂസിനെ ഈശോ കണ്ടെത്തുന്ന ഒരു സുവിശേഷം. ഈശോ സക്കേയൂസിനെ കണ്ടെത്തുന്ന ഒരു സുവിശേഷം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ വായിക്കുന്നുണ്ട്, സക്കേയൂസ് ഇത്തിരി പൊക്കം കുറവായിരുന്നു, ഒരു ചുങ്കക്കാരനായിരുന്നു, ധനികനായിരുന്നു. പക്ഷെ സക്കേയൂസിന് ഈശോവിനെ കാണണമെന്നൊരു വല്ലാത്ത ആഗ്രഹം. പൊക്കം കുറവൊന്നും ആള് വകവയ്ക്കുന്നില്ല. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടി ഒരു മരത്തിൽ കയറുന്നു. സക്കേയൂസിനെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈശോ ഈ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് സക്കേയൂസിനോട് പറയാണ്, സക്കേയൂസ്, എനിക്കിന്ന് എൻ്റെ ഭവനത്തിൽ വരണം. ആശ്രമത്തിൽ ഞങ്ങളെ കിച്ചണിൽ സഹായിക്കുന്ന ഒരു കുട്ടൻചേട്ടന് 2 കുട്ടികളാണുള്ളത്. ഒന്നൊരു 5ാം ക്ലാസ്സിലുള്ള ബേസിലും, പിന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങൾ വാവച്ചിന്ന് ഇങ്ങനെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഒരു പയ്യനും. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷൻ്റെ സമയത്ത്, വേനലവധിയുടെ കാലത്ത്, ഇവർ ഇങ്ങനെ ഞങ്ങളുടെ സെമിനാരിയുടെ നടുമുറ്റത്ത് ഒളിച്ചുകളി കളിക്കുകയാണ്. അവരുടെ ഇങ്ങനെ ചിരിയും കളിയൊക്കെ ഇങ്ങനെ കേൾക്കാം. അവർ വളരെ ത്രില്ഡും എക്സൈറ്റഡുമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡീക്കന്മാർ കുറച്ച് പേര് ഒരു 10-10:30 നേരത്തെ ഇങ്ങനെ ഒരു ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ച് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ നമ്മളിരിക്കുന്നതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഒളിക്കും. എന്നിട്ട് ഇങ്ങനെ പറയലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു പഴയ കാലത്തേക്ക് നമ്മളിങ്ങനെ വല്ലാതെ തിരിച്ചു കൊണ്ടുപോകുന്ന ചില സമയമായിരുന്നു അത്. ഞങ്ങളിങ്ങനെ വെറുതെ ഒരു തമാശ പോലെയൊക്കെ പറയുകയും ചെയ്തു, എന്നാൽ നമുക്കിന്ന് വൈകുന്നേരം ഒളിച്ചുകളി കളിച്ചായിരുന്നു. ഞാൻ ഈ കളീനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഈ ഒളിച്ചുകളി, അല്ലെങ്കിൽ നമ്മൾ ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറയുന്ന ഈ ഒരു കളിയുടെ ഒരു ത്രില്ല് എന്താണെന്നറിയും. നമ്മളിങ്ങനെ മടുക്കാണ്ട് അന്വേഷിച്ച് ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്ന് അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലാണ്ടാകുന്നു, അന്ന് ഈ കളിയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോകും. കളി തന്നെ ഇല്ലാണ്ടാവും. ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ത്രില്ല് എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ കാണാണ്ടൊക്കെ ആയി മാറുന്ന ഒരു സമയത്ത് സ്നേഹത്തോടെ മടുക്കാതെ നമ്മൾ അന്വേഷിച്ച ഒരു മനുഷ്യൻ ഉണ്ടാകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചത്താണൊക്കെയാണ്. ജനിച്ചതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന പോലെ പലരുടെയും ജീവിതത്തിൽ നമുക്കറിയാം. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നത് രസമാണല്ലേ. ഒരു സ്റ്റെപ്പ് കൂടി ഇങ്ങനെ വെക്കാനായിട്ട് വളരെ വളരെ രസമാണ്, അല്ലെങ്കിൽ വളരെ എനർജറ്റിക്കാണ്, അല്ലെങ്കിൽ വളരെ കറേജിയസ് ആയിട്ട് നമുക്ക് തോന്നും. പലരുടെ ജീവിതത്തിലും അതിങ്ങനെ പലരാണ് എന്നൊക്കെ ഉള്ളവരാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശം. കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്, ആശ്വാസം. പേര് പോലെയൊന്നല്ല, നമ്മളിങ്ങനെ ആ ഒരു കവിത ഇങ്ങനെ വായിക്കുമ്പോഴേ ആദ്യത്തെ വരി തന്നെ ഇങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി. പിന്നത്തെ വരികൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വല്ലാതെ നമ്മൾ വികാരം കൊണ്ട് നിറയും. പിന്നത്തെ വരികൾ ഇങ്ങനെയാണ്: ഇനി ധൈര്യമായിട്ട് ആ താഴെ പട്ടിണി കിടക്കാം. ഇങ്ങനെ സ്വൈര്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെ അലോസരപ്പെടുത്തുന്ന ആരുമില്ലേ. നമുക്കിനി മുടി ഇങ്ങനെ, അല്ലെങ്കിൽ തല തോർത്താതെ ഉണങ്ങി പാറുവോളം ഇങ്ങനെ ഇരിക്കാം. ഇഴകീരി പരിശോധിക്കുന്ന ഒരാൾ ഇനിയില്ല. നമുക്കിനി കിണറിൻ്റെ വക്കത്ത് ഉറക്കം തൂങ്ങി പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി ശബ്ദം നമ്മളിങ്ങനെ പേടിപ്പിച്ച് ഉണർത്തില്ല. സന്ധ്യാനേരത്തെ ടോർച്ചില്ലാതെ നമുക്കിനി പുറത്തിറങ്ങാം. ചെന്നെത്തുന്നിടത്ത് നമുക്ക് ഉറങ്ങാം. കാരണം നമ്മൾ തിരിച്ചെത്തുമ്പോൾ മാത്രം അണയുന്ന വീടുള്ളൊരു വിളക്കിനില്ല എന്നുള്ളതാണ്. അമ്മ ഇങ്ങനെ ഇല്ലാതാവുമ്പോൾ കവിക്ക് തോന്നുന്ന വല്ലാത്തൊരു ഏകാന്തത ഇങ്ങനെ വരികളിൽ ഇങ്ങനെ കുറിച്ചിടേണ്. അങ്ങനെ ഒരു സ്നേഹിക്കുന്ന ഒരാൾ നഷ്ടപ്പെടുമ്പോൾ പിന്നെ ജീവിതത്തിൻ്റെ ഒരു താളം തന്നെ പലരുടെയും തെറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെ പലരുടെയും വായിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ ജീവിതത്തിൽ ബഷീർ തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന സമാഹാരത്തിൽ അമ്മേനെ പറ്റിയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ബഷീർ ഇങ്ങനെ സത്യാഗ്രഹങ്ങൾക്കൊക്കെ നടക്കുന്നു, ഇടയ്ക്ക് പോലീസ് പിടിക്കുന്നു, ഇങ്ങനെ ജയിലിൽ നിന്ന് മോചിതനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്. ബഷീർ ഇങ്ങനെ ഒരു 3 മണി നേരത്താണ്, അതിരാവിലെ 3 മണിക്കാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്ത് നിന്നൊരു സ്വരം: ആരാത്? ബഷീർ മറുപടി ഒന്നും പറയില്ല. അപ്പോൾ വിളക്ക് കൊളുത്തിയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ, അമ്മയാണ്, ഇങ്ങനെ നോക്കുമ്പോൾ ബഷീറാണ്. ഒരു ഭാവവ്യത്യാസമല്ലാണ്ട് ബഷീറിനോട് ചോദിക്കുകയാണ്, നീ വല്ലതും കഴിച്ചു? അത് കേട്ടപ്പോൾ ബഷീർ ആകെ തകർന്നു പോയി. ലോകം മുഴുവൻ ഉറങ്ങുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീ തനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ബഷീറിൻ്റെ ഉമ്മ കാലെഴുകാനായിട്ട് വെള്ളവും അത് കഴിഞ്ഞിട്ട് ഒരു പാത്രം ചോറും ഇങ്ങനെ നീട്ടി വെക്കുമ്പോൾ ബഷീർ ഇങ്ങനെ വയ്ക്കും, ഇവിടെ ആരാ പറഞ്ഞേ ഞാൻ ഇന്ന് വരുമെന്ന്? അപ്പോൾ ഈ ഉമ്മ പറയും, ഓ, ചോറും കറിയും വെച്ചിട്ട് ഞാൻ എല്ലാ ദിവസവും കാത്തിരിക്കുമായിരുന്നു. ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ജീവിക്കാനായിട്ട് മുന്നോട്ട്. പക്ഷെ ഇങ്ങനെ ഒരു നിത്യമായിട്ട് കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നമുക്കുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനില്ലാത്ത, അല്ലെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുന്നവരില്ലാത്ത, കേൾക്കാനാളില്ലാത്ത ഒരുപാട് പേരില്ലേ ഈ ലോകത്ത്. അപ്പോൾ അവരുടെയൊക്കെ നമ്മളിങ്ങനെ നിരാശയുടെ വക്കോളെത്തിയിരിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന, ജീവിതം ഇങ്ങനെ ചത്താണൊക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും.
ശരിയാണ്, ഒരു വലിയൊരു കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഒരു വലിയൊരു ഫാമിലിയിലൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്, പക്ഷെ ഒറ്റയ്ക്കാണ് അവർ. അങ്ങനെ ആരും വകവയ്ക്കാതെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചില മനുഷ്യർ. ഇന്നത്തെ സുവിശേഷം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ അന്വേഷിച്ച് ഒരു ദൈവം ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി നമ്മൾ ദുഃഖവെള്ളി കഴിഞ്ഞിട്ട് ഈസ്റ്ററൊക്കെയാണ്. എന്താ നമ്മൾ മനസ്സിലാക്കണം? എന്താ നമ്മൾ വിചിന്തനം ചെയ്യണേ? നമ്മൾ പാപത്തിൻ്റെ പിന്നിൽ മറഞ്ഞുപോയൊരു മനുഷ്യനെ നമ്മളിങ്ങനെ തേടിപ്പിടിച്ചൊരു മനുഷ്യനായിട്ട് വന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളതാണ്. അവിടെ തീർന്നൊന്നുമില്ല. കുർബാനയായിട്ട് എന്നും നമ്മുടെ കൂടെ ആവാനായിട്ട് സക്രാരിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണം ഒരു ദൈവം. ചില സ്നേഹപ്പാളിച്ചകളൊക്കെ പറ്റിക്കഴിയുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനായിട്ട് കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആവിലായിലെ അമ്മ തെരേസയുടെ ജീവിതത്തിൽ നടന്ന ഒരു മനോഹരമായൊരു സംഭവം ഇങ്ങനെയാണ്. അമ്മ തെരേസ്യ ചാപ്പലിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കുട്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി ആരാന്നറിയാത്തത് കൊണ്ട് അമ്മ തെരേസ്യ കുട്ടിയോട് ചോദിക്കും ആരാണ്. അപ്പോൾ വളരെ കുസൃതിയോടുകൂടി ഈ കുട്ടി തിരിച്ചു ചോദിക്കും, അത് ചോദിക്കാൻ നീ ആരാ, ആദ്യം നീ ആരാന്ന് പറയാം. അപ്പോൾ ഈ അമ്മ ത്രേസ്യ അങ്ങനെ പറയും, ഞാൻ ഈശോയുടെ ത്രേസ്യയാണ്. അപ്പോൾ ഈ കുട്ടി പറയും, ഞാൻ ത്രേസ്യയുടെ ഈശോയാണെന്ന് പറഞ്ഞിട്ട് കുട്ടി അപ്രത്യക്ഷം. നമ്മൾ ആരാ എന്നുള്ളൊരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യം. നമ്മൾ ഈശോയുടെയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം മനുഷ്യനായിട്ട് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിനെ കരുപിടിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ദൈവവും കർത്താവായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളൊരു സംഗതി. ബൈബിളിൽ ഇങ്ങനെ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം എന്താ? ഭയപ്പെടേണ്ട, കൂടെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചെറുപ്പം മുതലേ വായിക്കുന്ന, കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനം ഉണ്ടല്ലോ, 23-ാം സങ്കീർത്തനം. അതിൽ ഈ സങ്കീർത്തകൻ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും നീ കൂടെയുള്ളതിനെ ഞാൻ ഭയപ്പെടുകയില്ല. അവിടെ ഒരു ബോധ്യമാണ്, ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും ദൈവം കൂടെയുണ്ടെന്നുള്ളത്. ഈ സഖ്യൂസിനോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എനിക്കിന്ന് നിൻ്റെ ഭവനത്തിൽ വരണം. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്കൊന്നല്ല നമ്മൾ. ഈശോ ഇങ്ങനെ വല്ലാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ശരിയാണ്, ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, കഷ്ടതകളുണ്ടാവും, നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ചില മനുഷ്യരില്ലാണ്ടൊക്കെയാവും, ഒറ്റയ്ക്കാവും. പക്ഷെ ഒറ്റയ്ക്കൊന്നല്ല, ഈശോ കൂടെയുണ്ട്. ഈ ഒരു പ്രത്യാശ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.